റിക്കഗ്നിഷൻ ഓഫ് അതോറിറ്റി, അധികാരത്തെ തിരിച്ചറിയുക. നമ്മൾക്ക് അധികാരം ഉള്ള ഒരാൾ മുകളിലുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞാൽ നമ്മുടെ ആറ്റിറ്റ്യൂഡ്, നമ്മുടെ പ്രവർത്തനം, നമ്മുടെ മുഖഭാവം എല്ലാം മാറും. അപ്പം നമ്മൾ പ്രൈം മിനിസ്റ്ററിനെ കാണാൻ പോവുക, അല്ലെങ്കിൽ വലിയ ഒരാളെ നമ്മുടെ കാര്യം ചെയ്ത് നമ്മൾ ഒരിക്കലും അവരുടെ മുഖത്ത് അവരുടെ മുമ്പിൽ മ്ലാനമായിട്ട് ചെല്ലത്തില്ല. നമ്മൾ ഉടുത്തൊരുങ്ങി പ്രസൻറ്റ് വാങ്ങിക്കാമെങ്കിൽ അവർക്ക് കൊടുക്കാൻ എന്തെങ്കിലും ഒരു സാധനമൊക്കെ വാങ്ങിച്ച് നമ്മളെ ഒരുക്കത്തോടെ അങ്ങോട്ട് കയറി ചെല്ലുന്നത്. അങ്ങനെ പോയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അതിൻ്റെ ഇഫക്റ്റ് വലുതാണ്. അപ്പം നമ്മൾ ദൈവസന്നിധിയിൽ വരുമ്പം അധികാരമുള്ള ദൈവത്തിന് മുമ്പിലേക്ക് നമ്മളെ കൊണ്ട് സമർപ്പിക്കുകയാണ്, നമ്മളെ തന്നെ ഏൽപ്പിക്കുക. നാഥ എന്നെ തന്നെ ഏൽപ്പിച്ചു തരുന്നു. അങ്ങനെ നമ്മൾ വണങ്ങുകയാണ് ദൈവസന്നിധിയിൽ. ആ വണക്കം ദൈവത്തിന് മുമ്പിലേക്ക് ചെല്ലുമ്പോൾ ഇതൊന്നും പുറമേ ഉള്ള കാര്യമല്ല. ഞാനീ പറഞ്ഞ ഹൃദയത്തിൻ്റെ വിചാരങ്ങൾ. ഈ ദൈവത്തിൻ്റെ അതോറിറ്റി മനസ്സിലാക്കുന്നവർക്ക് അറിഞ്ഞോ അറിയാതെയോ നമുക്കൊരു മക്കളെന്നുള്ള പദവിയിലോട്ട് കയറും. ആ മക്കളെന്നുള്ള പദവി വരുമ്പം അതോറിറ്റി ബിക്കം പേഴ്സണൽ. സബ്മിഷൻ ഈസ് എ ഹെൽത്തി പെർസ്പെക്റ്റീവ് ടു അതോറിറ്റി. അതായത് എനിക്ക് മുകളിലൊരു മാസ്റ്ററുണ്ട്, എന്നെ നോക്കുന്നു, എൻ്റെ കാര്യം, എൻ്റെ കുടുംബത്തെ നോക്കും. അപ്പം നമ്മൾ സബ്മിസീവായിട്ടിരിക്കും. ഈസ് ഇൻ ചാർജ്. അതാണ് ഈ പ്രായം ചെല്ലുന്തോറും ആത്മാവുള്ളവർ അവരെന്ത് കേട്ടാലും അനങ്ങൂല. അവരാ ഉറച്ചങ്ങനെ നിൽക്കുന്നതാണ്. എൻ്റെ മദർ ജീവിച്ചിരുന്ന കാലത്ത് എപ്പോഴും ഞാൻ അമ്മയുടെ അടുക്കൽ ഓരോ പ്രശ്നവും കൊണ്ടുവന്നു. പക്ഷെ അമ്മ ഇങ്ങനെ കേൾക്കും. കേട്ടിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പിന്നെ ഞങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങും. പക്ഷേ അവസാനമായപ്പോൾ ഒന്നും തിരിച്ചു പറയില്ല. ബിക്കോസ് ഷീ ഡസൻറ്റ് വോണ്ട് ടു ഗിവ് ഹെർ ഒപ്പീനിയൻ. ദൈവം ഒപ്പീനിയൻ തരുമല്ലോ, അഭിപ്രായം തരും. അപ്പോൾ ഒരു അതോറിറ്റി അമ്മയുടെ മുകളിൽ ഉണ്ട് എന്നും ഈ അതോറിറ്റി ഏൽപ്പിച്ചാൽ മതിയെന്നും അമ്മയ്ക്ക് മനസ്സിലായത് അവസാന കാലത്താണ്. അത് തന്നെയാണ് ആത്മീയ കോളത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങളോട് പറഞ്ഞ ദൈവം മുകളിലുണ്ട്, ദൈവം കേൾക്കുക, അവർക്ക് മനസ്സിലാവില്ല. പക്ഷെ നമുക്ക് മനസ്സിലായി എങ്കിൽ ദാറ്റ് റിഫ്ലെക്ട്സ് എവറി ഡേ ഇൻ അവർ ആറ്റിറ്റ്യൂഡ്, ഇൻ അവർ ആക്ഷൻ, ഇൻ അവർ സ്പീച്ച് എല്ലാം. എനിക്കൊരു അതോറിറ്റി ഉണ്ട്. അപ്പോൾ എൻ്റെ മുമ്പിൽ വരുന്ന പിക്ചർ ഇതാണ്. ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുമ്പോൾ യഹൂദയുടെ സിംഹം പുറകെ നിൽപ്പുണ്ട്. അവൻ നിൽക്കുകയാണ് അവിടെ. ആരെവിടെ? എനിക്കിപ്പോൾ എന്നെ ഒരു ദുഷ്ടന് കാണാൻ ഒക്കില്ല. ബിക്കോസ് ഹിസ് പ്രസൻസ് ഈസ് സോ പവർഫുൾ. ദൈവത്തിൻ്റെ മഹത്വം ഉള്ളിടത്ത് ശത്രുവിന് നിൽക്കാനൊക്കത്തില്ല. ദൈവം ഒരു ഡോമിനകത്ത് നമ്മളെ ആക്കി വെച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് ശത്രു ഗോളത്തിനകത്ത് കയറി ചെന്നാലും നമ്മളെ ആരും കാണൂല. ഇപ്പം നമ്മളെ ഏലീശ പ്രവാചകൻ്റെ കാലത്ത് ഏലീശ പ്രവാചകനെ പിടിക്കാനായിട്ട് സിറിയൻ രാജാവ് സൈന്യത്തിനെ അയക്കുകയാണ്. ഒരു പ്രവാചകനെ പിടിക്കാൻ വേണ്ടി ഒരു സൈന്യത്തിനെ അയച്ചു. നേരം വെളുത്ത് നോക്കുമ്പോൾ ഗേഹസി കടന്ന് കരയുകയാണ്. അയ്യോ, ഇതിന് ചുറ്റും ശത്രുക്കൾ വന്നിരിക്കുന്നു, എന്ത് ചെയ്യും? ഒന്നും പറഞ്ഞില്ലേ എലീശാപ്രഭു പ്രാർത്ഥിച്ചു, ഇവൻ്റെ കണ്ണൊന്ന് തുറക്കട്ടെ. അവൻ്റെ കണ്ണ് തുറന്നപ്പോൾ അഗ്നിരഥങ്ങളും കുതിരപ്പടകളും ചുറ്റും നിൽക്കുകയാണ്. അവൻ ചിന്തിച്ച് നോക്കി, ഏലീശ പ്രവാചകന് നേരത്തെ കണ്ടു. പക്ഷെ ഗേഹസി കൂടെ ഇന്ന് ജോലിക്കാരൻ ഇത് കാണുമ്പോൾ ആ മനുഷ്യൻ്റെ വിശ്വാസത്തിൻ്റെ ധൈര്യം, അതാണ് ഈ കാണുന്നവർ വിളിച്ചു പറയണം. ഞാനത് മാത്രമാണ് ചെയ്യുന്നത്. എന്നെ വിളിക്കുന്നവരോട് ഞാൻ ഒരിക്കലും ഞാൻ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. പലരും എന്നോട് പറയാറുള്ള ഒരു പോയിൻ്റ്, മാഡത്തിനെ വിളിച്ച് കഴിയുമ്പോൾ മാഡം പറയാം എന്നാൽ ഇപ്പോൾ അങ്ങ് പ്രാർത്ഥിക്കാമെന്ന്. അങ്ങനെ ആരും പറയാറില്ലെന്ന്. ടച്ച് മീ. കാരണം കണക്ഷൻ ഈസ് ഓൾറെഡി ദെയർ. പിന്നെ ഞാൻ ഇനി 3 ദിവസം ഉപയോഗിച്ച് പ്രാർത്ഥിക്കാമെന്ന് ഞാൻ പറയാറില്ല. നമുക്കിപ്പോഴങ്ങ് ഏൽപ്പിക്കാം. ഇപ്പോഴേ അങ്ങ് ഏൽപ്പിച്ചിട്ട് അതുകൊണ്ട് പ്രയോജനം ഉണ്ടാകുന്നവരാണ് എന്നെ വിളിക്കുന്നത്. ബിക്കോസ് ഇറ്റ് ഡസൻറ്റ് ടേക്ക് മച്ച് ടൈം. പിന്നെ നിങ്ങൾ തരുന്ന പ്രേയറുകളെല്ലാം വൈകിട്ട് ഏകദേശം 9 തൊട്ട് 12 വരെ ഞങ്ങൾ ദൈവസന്നിധിയിൽ ഏൽപ്പിക്കുന്നുണ്ട്. ഉത്തരം കിട്ടുന്നോ ഇല്ലയോ എന്നുള്ളത് ദൈവം തരുമെന്നുള്ളത് ഞങ്ങൾ കർത്താവ് എപ്പം ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോഴും അന്നേരം ഒരു ഗ്രൂപ്പ് പ്രേയറാണ് ഞാൻ എടുക്കുന്നത്. കർത്താവ് ആദ്യമേ പേന കൊണ്ട് എഴുതും. അത് കഴിഞ്ഞിട്ട് വീണ്ടും അത് പ്രാർത്ഥിക്കുമ്പം സ്വർണ്ണ പേന കൊണ്ടുവന്നിട്ട് രണ്ടാമത് എഴുതുന്നത് ഞാൻ കാണാറുണ്ട്. ബിക്കോസ് ഹി ടേക്സ് ഇറ്റ് വെരി സീരിയസ്ലി. എനിക്കൊരു അതോറിറ്റി ഉണ്ട്. ഞാൻ ഈ അലയേണ്ട ആവശ്യമില്ല. കൂടുതൽ അലയുന്നവരോട് ദൈവം പറയുന്നു, യു ആർ നോട്ട് ലെറ്റിംഗ് ഗോ, ഗിവ് ഇറ്റ് ടു മീ, ഗിവ് ഇറ്റ് ടു മീ. അതായത് പ്രായം ചെന്നവരിൽ ഒരു ഗ്ലാസ് കാപ്പി കൊടുത്തെന്നിരിക്കട്ടെ, ഈ കപ്പ് ഗ്ലാസ്സിൽ പിടിയുള്ള ഗ്ലാസ്, അമ്മച്ചി അത് വിടേന്ന് പറയും. അവർ വിടത്തില്ല. അവരതിങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കും. കാരണം അവരുടെ വിചാരം ഇത് വിട്ടുകൊടുത്താൽ ഇത് താഴെ വീണ് പൊട്ടുമെന്നാണ്.
പക്ഷേ മറ്റേ ആൾക്ക് ശക്തിയുണ്ട്, കഴിവുണ്ട്, അവർ പക്ഷെ എത്ര പറഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ അവർ വിട്ടുകൊടുക്കും. അത് തന്നെയാണ് നമ്മൾ ആത്മീയ കോളത്തിൽ ചെയ്യുന്നത്. ദൈവം എൻ്റെ ആവശ്യങ്ങളെ, എൻ്റെ കുടുംബത്തിൻ്റെ, എൻ്റേതെ പിടിക്കാൻ എനിക്ക് താ എന്ന് പറയുമ്പം വിട്ടുകൊടുക്കാതെ വെച്ചിരിക്കുന്ന മണ്ടത്തരം നമ്മളിലുണ്ടെങ്കിൽ വിട്ടുകൊടുത്തിട്ട് ലെറ്റസ് എൻജോയ്. അപ്പോൾ വേറൊരു ചിന്ത വരുന്നു, അയ്യോ അത് കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് പിന്നെ പ്രശ്നമൊന്നും ഇല്ല. അപ്പോൾ നമ്മൾ വിചാരിക്കും അയ്യോ കൊടുത്തത് തെറ്റിപ്പോയോ എന്ന്. ചിന്തിച്ച് നോക്കുക. പലരുടെയും ഹൃദയങ്ങളിലെ ചിന്ത ഇതാണ്, ഞാനും ചെയ്യുന്ന ഇതാ. അപ്പോൾ എനിക്കിപ്പോൾ ഒരു പ്രശ്നവും ഇല്ല ചിന്തിക്കാൻ. അപ്പോൾ ഞാൻ പറയാം, എവിടെ അബദ്ധം പറ്റിയോ? ഇല്ല, അബദ്ധം പറ്റിയിട്ടില്ല. ദാറ്റ് ഈസ് ദ റിയാക്ഷൻ. ബിക്കോസ് മാസ്റ്റർ ഹാസ് ടേക്കൺ ഇറ്റ് സീരിയസ്ലി. വൈ ഡു യു വറി? അതുകൊണ്ടാണ് ദൈവം പറയുന്നത്, ബി ഓഫ് ഗുഡ് ചിയർ. ഒന്നിനെക്കുറിച്ചും ആകുലപ്പെടണ്ട. നിന്റെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ എൻ്റെ അടുക്കൽ കൊണ്ടുവരിക, എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദിവ്യ സമാധാനം ഞാൻ നിങ്ങൾക്ക്. അങ്ങനെയാണെങ്കിൽ പിന്നെ ഇപ്പം എനിക്കിപ്പോൾ ഇന്ന് ഒരു പ്രശ്നമില്ല, കാരണം എല്ലാം ദൈവത്തെ ഏൽപ്പിച്ചു. അവിടെ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, പിന്നെ ഈ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പിന്നെ ഇനി എന്താ ചെയ്യേണ്ടത്? ഇന്ന് എല്ലാം ഏറ്റില്ലേ ദൈവം? അപ്പോൾ ഒരു വാക്വം വരുന്നു. ആ വാക്വം വരുന്നിടത്താണ് ശ്രദ്ധിക്കേണ്ടത്. അവിടെ ദൈവം ഒരു അതോറിറ്റി നിന്നെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ദാറ്റ് ഈസ് ദ പോയിൻറ്റ്. ഈ അതോറിറ്റിയുടെ ക്ലാസ് എടുക്കുമ്പം ദിസ് ഈസ് ദ പോയിൻറ്റ് ഐ വാണ്ട് എവ്രി വൺ ടു നോ ഇറ്റ്. എല്ലാ വ്യക്തികളും അറിയേണ്ടത്. കൊച്ചു കുഞ്ഞുങ്ങളാകാം, പ്രായം ചെന്നവരാകാം, മരിക്കാൻ കിടക്കുന്നവരായിരിക്കാം, രോഗികളാകാം. ബട്ട് ദിസ് വേഴ്സ് യു ഷുഡ് നെവർ ഫോർഗെറ്റ്. മത്തായിയുടെ സുവിശേഷം 28:18 തൊട്ട് 20 വരെയുള്ള വാക്യം വളരെ പ്രധാനപ്പെട്ട വാക്യമാണ്. അവസാനത്തെ അധ്യായത്തിലേക്ക് കയറി വരികയാണ്. 28 അവസാനത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു, 18 തൊട്ട് 20 വരെ. യേശു അടുത്ത് ചെന്നു, ശ്രദ്ധിച്ചു കേൾക്കുക, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആരാ പറയുന്നത്? യേശു ക്രിസ്തു. വളരെ ശ്രദ്ധയാണ്. യേശു പറയാണ്, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവീൻ. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോടുകൂടെ ഉണ്ട് എന്ന് അരുളി ചെയ്തു. ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഈ ഒരു അധികാരം ഏൽപ്പിക്കുന്നു എന്നുള്ളത് വേറെ എഴുതിയിട്ടില്ല. ഇനി പിതാവ് എനിക്ക് അധികാരം തന്നിരിക്കുകയാണ്. ഇപ്പം ഞാനിപ്പോൾ ഒരു ദൈവത്തിൻ്റെ മകളായിട്ട് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ തന്നിരിക്കുന്ന കസേരയ്ക്കാണ്. എനിക്കൊരു അധികാരമുണ്ട്. ആ അധികാരം ദുഷ്ടാത്മാവിന് വ്യക്തമായിട്ട് അറിയാം. അവിടുത്തെ എൻ്റെ ആ ഒരു പ്രസൻസ് മതി, ആ സാന്നിധ്യം മതി കാര്യങ്ങൾ നീങ്ങാൻ. ഞാൻ ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞിട്ടുള്ളത്, ഈ ചില ഭവനങ്ങളിൽ ചെല്ലുമ്പം ഭാര്യമാർ മരിച്ചു പോയിട്ടുണ്ട്, മരുമക്കളും മരിച്ചു പോയിട്ടുണ്ട്. അങ്ങനെയുള്ള കുടുംബങ്ങളുണ്ട്, എനിക്കറിയാവുന്ന. അപ്പോൾ ആ വീട് മുഴുവൻ സ്ത്രീകളില്ല, പുരുഷന്മാർ. ആ വീട്ടിൽ ചെല്ലുമ്പോൾ നമുക്ക് ദുഃഖമാണ്. അവിടെ വെളിച്ചമില്ല. വല്ല സ്ത്രീകളും വന്ന് ഭക്ഷണം ഉണ്ടാക്കി വെച്ച് പോകും, കഴിക്കുന്നൊക്കെയുണ്ട്. ബട്ട് ദർ ഈസ് നോ ലൈറ്റ് ദെയർ. വിളക്ക് കത്തിക്കാൻ അവിടെ ആളില്ല. ബിക്കോസ് ഈ ഒരു ജോലി, അത് കുടുംബം ഒന്നിച്ച് നിർത്തേണ്ടിയ ജോലി സ്ത്രീകളുടേതാണ്. ആ ഒരു ജോലി പുരുഷൻ്റേതല്ല. ഞാൻ ഡിവോഴ്സ് ചെയ്യുമ്പോൾ, ഞാൻ ഡിവോഴ്സ് കേസ് ഒത്തിരി എടുക്കാറുണ്ട്, നേരത്തെ ഇപ്പോൾ എടുക്കാറില്ല. അപ്പോൾ ഞാൻ എപ്പോഴും എല്ലാവരോടും ഉപദേശിക്കുന്നത്, പുരുഷനെ സംബന്ധിച്ചിടത്തോളം മരത്തിൻ്റെ ചുവട്ടിലും അവൻ കിടന്നുറങ്ങാം. പക്ഷേ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഒരു ഭവനം വേണ്ടേ? നീ എങ്ങോട്ടാണ് ഈ ഓടിപ്പോകുന്നത്? നീ അവിടെ നിൽക്ക്. നീ അവിടെ നിന്ന് നിന്നെ ഏൽപ്പിച്ച ചുമതലയിൽ ഒരു ഭവനം ഉണ്ടാക്കിയെടുക്കുക. ക്യാൻ യു നോട്ട് ഡു ഇറ്റ്? സ്റ്റാർട്ട്. അത് തന്നെയാണ് ഇന്ന് അഡ്വൈസ് ചെയ്യുന്നത്. ചെറുതിൽ തുടങ്ങ്. യു സ്റ്റാർട്ട്. ബിൽഡ് ദ ഹൗസ്, ബിൽഡ് ഇറ്റ് അപ്പോൺ ദ റോക്ക് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. സകല അധികാരവും എന്നെ ഏൽപ്പിച്ചെന്ന് യേശു പറയുന്നത്. എന്നിട്ട് എന്തുവാ പറയുന്നത്? യു ഗോ ഓൺ ടു ഓൾ ദ, മറ്റുള്ളവരെ കൂടി സത്യ സുവിശേഷത്തിലേക്ക് കൊണ്ടുവരിക. ഭാരമുള്ള ചുമട് വെക്കുന്ന ദൈവമല്ല നമ്മുടേത്. ഭാരം ഒത്തിരി നിൽക്കുന്നെങ്കിൽ എവിടെയോ നമ്മൾ വിട്ടുകൊടുത്തിട്ടില്ല. ദി അതോറിറ്റി ഫിഗർ ഈസ് നോട്ട് സ്റ്റാൻഡിങ് ബിഹൈൻഡ് മീ, ഡിസൈഡ് മീ, ഇൻ ഫ്രണ്ട് ഓഫ് മീ. അപ്പോൾ ഈ അധികാരമുള്ളവൻ എൻ്റെ മുൻപിൽ പോകുന്നെങ്കിൽ എൻ്റെ വഴി നിരപ്പാക്കൂലേ? ഞാൻ അനുഭവിച്ചല്ലോ അമേരിക്ക ചെന്നപ്പോൾ. അധികാരമുള്ളവൻ എൻ്റെ മുമ്പിൽ, ഒത്തിരി ശത്രു എൻ്റെ മുമ്പിൽ നിന്നു, പക്ഷേ ഒറ്റയൊരെണ്ണം എൻ്റെ മുമ്പിൽ ജയിച്ചില്ല. ഞാൻ പോകുന്നതിന് മുമ്പ്, ഞാനും എൻ്റെ ഹസ്ബൻഡും അമേരിക്കയ്ക്ക് പോകുന്നതിന് മുമ്പ് ഞങ്ങൾ ഒന്ന് പ്രാർത്ഥിച്ചു, അവിടെ ചെന്ന് ഒരു കോൾഡ് പോലും ദൈവമേ വരുത്തരുത്.
2 മാസം അവിടെ പോയി, 2 മാസം ഒരു കോൾഡ് പോലും വരുത്താതെ ദൈവം തിരിച്ചു കൊണ്ടുവന്ന വിശ്വസ്തനായ ദൈവത്തിൻ്റെ മഹത്വം. അതോറിറ്റിയുടെ കീഴിൽ നിൽക്കുന്നവൻ അറിയാം നിനക്കൊരു പ്രത്യേക ഒരു ചുമതലയും പ്രത്യേക ഒരു വരവും പ്രത്യേക ഒരു ആനുകൂല്യവും നമുക്കുണ്ട്. അതിനകത്ത് ഓപ്പറേറ്റ് ചെയ്യുന്നവരോട് ചോദിക്കണം എങ്ങനെയാണ്. നമ്മൾ സമ്പത്തുണ്ടാക്കാൻ ഒത്തിരി തിയറി പഠിക്കും, പക്ഷേ ഹാസ് എനിബഡി ടോൾഡ് യു ദർ ഇസ് എ സെക്യൂരിറ്റി ഇൻ ഹെവൻ വിച്ച് ഇസ് സ്ട്രോങ്ങർ ദാൻ എനിത്തിങ്. അതുകൊണ്ട് സമ്പത്ത് ഉണ്ടാക്കേണ്ടെന്നല്ല, പ്രായമുള്ള കാലത്ത് നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കേണ്ട സമയത്ത് മേക്ക് മണി ആൻഡ് സ്റ്റോർ സം മണി ഫോർ ദ ഫ്യൂച്ചർ, ദർ ഇസ് നോ പ്രോബ്ലം, ബട്ട് ഡു ഇറ്റ് വിത്ത് ദ വിസ്ഡം ഓഫ് ദ ലിവിങ് ഗോഡ്. ദൈവത്തിൻ്റെ ആത്മാ പറയുന്നു, ഞാൻ നിങ്ങൾക്ക് അധികാരം, ഓൾ അതോറിറ്റി ഇൻ ഹെവൻ ആൻഡ് എർത്ത് ഹാസ് ബീൻ ഗിവൻ ടു മീ, ദെയർഫോർ ഗോ ആൻഡ് മേക്ക് ഡിസൈഡ്. അതാണ് എൻ്റെ ഭാരം മാറിക്കഴിഞ്ഞാൽ, അതായത് ഞാൻ മനസ്സിലാക്കി എൻ്റെ ഭാരം ദൈവം ഏറ്റെടുത്തു. പിന്നെ അധികം ഭാരമുള്ളവരോട് നിങ്ങളുടെ ഭാരം ദൈവം ഏറ്റെടുത്തു എന്ന് പറയാനുള്ള ശക്തി വന്നോ അവരുടെ ഭാരം മാറി. ഞാൻ കടബാധ്യമുള്ളവരോട് ഞാൻ പറയും, ആരും നിങ്ങൾ പൈസ ആർക്കെങ്കിലും കൊടുത്തിട്ടുണ്ട് തിരിച്ചു കിട്ടണമെന്നുണ്ടോ, ഒരു കാര്യം ചെയ്യാം, അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. ബിക്കോസ് അവർക്ക് ധാരാളമായിട്ട് കിട്ടിയാൽ അവർ കൊണ്ടുതരും. ലെറ്റ് ദം ബ്രിങ് ഇറ്റ്. പല കാര്യങ്ങളും ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ 2 സൈഡിലും ദൈവദൂതന്മാർ ഊരിപ്പിടിച്ച വാളും പിടിച്ചിട്ട് അവരെ കൊണ്ടുവരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഹീ ക്യാൻ ഡു ഇറ്റ്, ഗോഡ് ക്യാൻ ഡു ഇറ്റ്. ഒരുപക്ഷെ നമ്മുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിച്ചുകൊണ്ടായിരിക്കും അവൻ ദൈവത്തെ കണ്ടത്, ആണോ? പിന്നെ ചുമതലയോടെ ബോധത്തോടെ ഒരാൾ പൈസ കടം കൊടുക്കുമ്പോൾ വി ബി വെരി കെയർഫുൾ. ഇപ്പം പണ്ട് കാലത്തൊക്കെ കൊടുക്കുമ്പോൾ ഞാൻ പറയും കൊടുത്തത് പൊയ്ക്കോട്ടെ എന്ന് വിചാരിച്ചു. ഇപ്പം പിന്നെ അങ്ങനെ കൊടുക്കാറില്ല, പക്ഷെ എന്തെങ്കിലും ഒന്ന് ഒരു ചെറിയ എമൗണ്ട് എടുത്ത് പ്രാർത്ഥിച്ചിട്ട് കൊടുക്കാം. കാരണം ഇറ്റ് ഈസ് ജസ്റ്റ് അവരുടെ ആ ബന്ധനം അഴിക്കാൻ വേണ്ടി. ആൻഡ് ഐ സീ ദാറ്റ്. ഈ അടുത്തിടെ ഒരു ഫാമിലി എൻ്റെ അടുത്ത്, അവർ കഴിഞ്ഞ 2 വർഷമായിട്ട് ഒറ്റപോലെ പ്രയാസം, ഒത്തിരി കടമാണ്, ഭാര്യ ടീച്ചിങ്ങിന് പോകുന്നുണ്ട്, ശമ്പളം ഗവൺമെൻറ് കൊടുക്കുന്നില്ല, ഒരു നിവൃത്തിയില്ല. ഞാൻ എൻ്റെ അടുത്ത് വന്ന് വളരെ നിർബന്ധമായിട്ട് പറഞ്ഞു, അപ്പോൾ ഞാൻ കുറച്ച് കാശ് മാറ്റി വെക്കും, എപ്പോഴും എൻ്റെ കയ്യിൽ എന്തെങ്കിലും കുറച്ച് കാശ്. ഞാൻ ദൈവത്തോട് ചോദിക്കും കൊടുക്കണോ വേണ്ടായോ എന്ന് ചോദിക്കും. പറഞ്ഞെടുത്ത് കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ കൊടുത്തു, ഒത്തിരി ഇല്ല, ഇത് എൻ്റെ കയ്യിൽ മാറ്റി വെച്ചിരിക്കുന്നതാണ്, ഐ ആം ഗോയിങ് ടു പ്രേ ഓവർ ഇറ്റ് ആൻഡ് ഗിവ് ഇറ്റ് ചെയ്യും. അത് കഴിഞ്ഞ് പിന്നെ ഒരു പ്രാവശ്യം കൂടെ വന്നു, അന്നേരം ഞാൻ ചെറിയൊരു എമൗണ്ട് പ്രാർത്ഥിച്ചു കൊടുത്തു. പക്ഷെ കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ചിലപ്പോൾ നെഗറ്റീവ് തോട്ട്സ് വരും, ഇല്ലെന്നില്ല. പിന്നെ ഞാനൊന്നും അവരെക്കുറിച്ച് കേൾക്കുന്നേ ഇല്ലായിരുന്നു. പക്ഷെ കഴിഞ്ഞ 2 ആഴ്ചയ്ക്കുമ്പോൾ അവർ വീട്ടിൽ വന്ന് വെച്ച് അവരുടെ മുഖത്തെ സന്തോഷം ഞാൻ കണ്ടു. അവർ പറയായിരുന്നു ശമ്പളം കിട്ടാൻ തുടങ്ങി, ചില കാര്യങ്ങൾക്ക് വിടുതൽ കിട്ടാൻ, സ്ഥലങ്ങൾ ഡിവൈഡ് ചെയ്ത് വിൽക്കാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു, ദൈവമേ നിൻ്റെ വിശ്വസ്തത, നമ്മൾ എത്ര കൊടുത്താലും അവരുടെ പ്രശ്നം പരിഹരിക്കത്തില്ലായിരുന്നു. പിന്നെ കൊടുത്തു കഴിഞ്ഞ് പിന്നെ അതിൻ്റെ പുറകെ നമ്മൾ വഴക്കുണ്ട്. പക്ഷെ നമ്മൾ പ്രാർത്ഥിച്ചിട്ട് പോകുന്നെങ്കിൽ പൊയ്ക്കോട്ടെ, ഇനി തിരിച്ച് ചോദിക്കുന്നില്ല എന്ന് പറഞ്ഞൊരു എമൗണ്ട് കൊടുത്തു. എനിക്ക് നഷ്ടമായില്ല, കാരണം ഞാൻ ദൈവത്തോട് ചോദിച്ചിട്ട് അവരുടെ ബന്ധനം അഴിക്കാൻ വേണ്ടി ചെയ്തതേ ഉള്ളൂ. അത്രയെങ്കിലും നമുക്ക് ചെയ്യരുത്. സ്റ്റാർട്ട് ഡൂയിങ് ഗുഡ് തിങ്സ്. ലെറ്റ് ദി അതോറിറ്റി ഓഫ് ഗോഡ് ടേക്ക് ഓവർ അവർ പ്രോബ്ലംസ്. നമുക്കുള്ള പ്രോബ്ലത്തിൽ കൂടെ പോകുന്നവർ, എ ഹീൽഡ് പേഴ്സൺ ക്യാൻ ഹീൽ അനദർ പേഴ്സൺ. അതായത് സൗഖ്യമായതിന് മറ്റൊരാളെ സൗഖ്യമാണ്. നമുക്കൊരു അസുഖം വന്നപ്പോൾ നമ്മൾ ഏത് മരുന്നാണ് കഴിച്ചത് നമുക്കത് പറഞ്ഞു കൊടുക്കാൻ ഇപ്പോഴത്തെ കാലത്ത് അത് ചെയ്യൂല. ബട്ട് ദാറ്റ് ഈസ് ദ സേയിങ്, എ ഹീൽഡ് പേഴ്സൺ ക്യാൻ ഹീൽ അനദർ പേഴ്സൺ. ഇപ്പോൾ എനിക്ക് കടബാധ്യത വന്നിട്ട് കടത്തിൽ നിന്ന് തന്നെ ദൈവം രക്ഷിച്ചെങ്കിൽ ഐ ക്യാൻ ടെൽ അതർ പേഴ്സൺ, യെസ് ദിസ് ഗോഡ് ഈസ് കേപ്പബിൾ, ഹീ വിൽ ഡു ഇറ്റ് ഫോർ യു. ദൈവത്തിൻ്റെ അതോറിറ്റിയിലേക്ക് കടന്നു വരും. നാഥ, യഹൂദയുടെ സിംഹം ഗർജിക്കുന്നു. ആ സിനിമയ്ക്കകത്ത് കാണുന്നത് പോലെ, ക്രോണിക്കിൾസ് ഓഫ് ദി നാർണിയ, അതിനകത്ത് യഹൂദയുടെ സിംഹം അങ്ങോട്ട് ഗർജിക്കുന്ന ഉടനെ കാട്ടിലെ വൃക്ഷങ്ങളുടെ വേരുകൾ പോലും പുറത്തോട്ടിങ്ങോട്ട് വന്നിട്ട് ശത്രുവിൻ്റെ കഴുത്തേ കൂടെ കെട്ടി വലിച്ചവനെ ഇല്ലാതാക്കുന്ന ഒരു പടമുണ്ട്. അതുപോലെ നമുക്കെതിരായിട്ട് വരുന്ന ശത്രു, അവൻ ദുഷ്ടാത്മാവാണ്, മനുഷ്യരല്ല. ജഡരക്തങ്ങളോടല്ല ഞങ്ങൾ യുദ്ധം ചെയ്യുന്നത്. യഹൂദയുടെ സിംഹം ഒന്ന് ഗർജിക്കുമ്പോൾ ദുഷ്ടൻ പിന്നെ കാണുകയില്ല. കുറഞ്ഞെന്ന് കഴിയുമ്പോൾ ഞാൻ നോക്കും, ദുഷ്ടനെ കാണുകയില്ല. 37-ാം സങ്കീർത്തനത്തിൽ പറഞ്ഞു, അവൻ പച്ച പുല്ല് പോലെ, പച്ച പ്രാദേശികമായ വൃക്ഷം പോലെ അവൻ വളർന്നു നിൽക്കുന്നു. പക്ഷെ ഞാനതിനെ പറിച്ചെടുത്ത് ദൂരെ കളയുമെന്ന് വാഗ്ദത്തം ചെയ്ത ദൈവം. ഇന്നുവരെ അവനുണ്ടാക്കി വെച്ചതെല്ലാം ദുഷ്ടൻ്റെ സകല തന്ത്രങ്ങളും പൊളിച്ചു മാറ്റുന്ന അധികാരത്തോടെ കടന്നു വരുന്ന ദൈവം. സിംഹം, യഹൂദയുടെ സിംഹം ഗർജിക്കുന്നു. എൻ്റെ സിംഹം, ആ പിതാവാം ദൈവത്തിൻ്റെ പുത്രനായി
യഹൂദ ഗോത്രത്തിൽ കടന്നു വന്ന യേശു ക്രിസ്തു യഹൂദയുടെ സിംഹമായിട്ട് ഞങ്ങളുടെ കൂടെ നിൽക്കുമ്പോൾ ഞങ്ങൾ എന്തിനാണ് ഭയപ്പെടുന്നത്? നാഥനൊന്ന് ഗർജിച്ചാൽ പോരെ. കാടിനെ മുഴുവനും ഭരിക്കുന്നവൻ. കാടെന്ന് പറഞ്ഞാൽ എന്തുവാ പക്ഷെ അവിടെ ഒരു മനുഷ്യനും വിവേകമുള്ളതല്ല. പക്ഷെ അതിനെ ഭരിക്കുന്ന ശക്തി. കഴുകൻ എന്തുവാ പക്ഷ പക്ഷികളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉയർന്ന് പറക്കുന്നു. കഴുകനെ പോലെ പറക്കാൻ ഞങ്ങൾക്ക് അവകാശം തന്നപ്പോൾ ഞങ്ങളെ താഴെയിട്ട് ഉടക്കി വെക്കുന്ന ശത്രുക്കളുടെ സകല തന്ത്രങ്ങൾ അഴിഞ്ഞുപോയിട്ട് തലമുറയായിട്ട് വി സെറ്റ് ദം ഫ്രീ ഇൻ ടു ദ ഗ്രീൻ പാസ്റ്റേഴ്സ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ക്രിസ്തുവിൻ്റെ കയ്യിലേക്ക് ഇവരെ പാടർത്തി വിടുന്നു. പറക്കട്ടെ അപ്പച്ച അവർ കഴുകന്മാരെ പോലെ. ആകാശവിധാനത്തിൽ നമ്മുടെ തലമുറകൾ സന്തോഷിക്കട്ടെ. നിനക്ക് യോഗ്യമായ എക്സലൻ്റായിട്ട് കുഞ്ഞുങ്ങൾ പഠിക്കട്ടെ അപ്പച്ച. കൊച്ചുമക്കളെ ഏറ്റവും ഉന്നതമായ ജോലിയിൽ കയറാൻ തക്കവണ്ണം പഠിക്കട്ടെ. അവർക്ക് ഉപരിയായിട്ട് വേറെ ഒരാൾ വരരുതേ അപ്പച്ച. ദാനിയേലിനെ മാറ്റിയെടുത്തതുപോലെ, സമൂവേലിനെ മാറ്റിയെടുത്തതുപോലെ, ജോഷുവയെ മാറ്റിയെടുത്ത പോലെ, ഒരു മോശയെ കണ്ടുപിടിച്ചതുപോലെ നീ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതിന് സ്തോത്രം. ഒരു എസ്തേർ, ഒരു ദെബോറ, ഒരു ആബിഗേൽ കടന്നു വരട്ടെ അപ്പച്ച. അങ്ങനെ അവിടുന്ന് ചെയ്യുന്നതിന് സ്തോത്രം. എല്ലാവരും ക്രിസ്തുവിൽ സന്തോഷിക്കണം. അതിന് ചെയ്തിരിക്കുന്ന വലിയ കാര്യങ്ങൾ ഭൂമിയിൽ ഈ ലോകത്തിൽ അപ്പച്ചൻ ക്രൂശ് മരണം ഏറ്റെടുത്താണ് ഏറ്റവും വലിയ ശക്തി. അത് കഴിഞ്ഞ് ഉയർത്തെഴുന്നേറ്റ് പിതാവിൻ്റെ വലത്ത് ഭാഗത്തിരിക്കുന്ന സ്ഥലങ്ങളിൽ ഞങ്ങൾക്കിപ്പോൾ നിന്നെ കാണുവാൻ തക്കവണ്ണം ഞങ്ങളുടെ കണ്ണുകൾ തുറന്നതിന് നന്ദി പറയുന്നു പക്ഷേ. അല്പനേരം നിൻ്റെ സന്നിധിയിൽ ഇരിക്കുമ്പം ഞങ്ങളുടെ ഭാരങ്ങളെല്ലാം മെൽറ്റ് ചെയ്തു പോകുന്നു. കർത്താവേ, യഹോവ എഴുന്നള്ളുന്നു, ശത്രുക്കൾ ചെതറുന്നു. തീയുടെ മുമ്പിൽ മെഴുകുരുകിപ്പോകുന്നത് പോലെ, സൂര്യപ്രകാശത്തിൽ മഞ്ഞില്ലാതായി പോകുന്നത് പോലെ ശത്രു മാറിയിരിക്കുന്നു. കുറഞ്ഞെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കി, ശത്രുവിനെ കാണുന്നില്ല, അവൻ അവിടെ ഇല്ല. അങ്ങനെ നീ വാഗ്ദത്തം ചെയ്തു. ഞങ്ങളുടെ തലമുറകൾ, ഞങ്ങളുടെ കുടുംബങ്ങൾ മുൻപോട്ട് പോട്ടെ അപ്പച്ച. ജയത്തിൻ്റെ കൊടി ഉയർത്തിയത് കണ്ടുകൊണ്ട് കയറിപ്പോട്ടെ. ഞങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന അല്പകാലത്തേക്കുള്ള ലഘുവായ കഷ്ടം തേജസ്സിൻ്റെ അതിമഹോത്തരമായ പദവിയിലേക്ക് ഉയർത്തുന്നതിന് നന്ദി പറയുന്നു. പ്രാർത്ഥനകൾക്ക് ഉത്തരം തന്നതിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ. ആമേൻ.